welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ വീട്ടിൽ ഇരുമ്പം പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണിത്. നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പൻപുളിയാണ്. ഇതിന് ഇരുമ്പൻപുളി, പുളിഞ്ചിക്ക, പിന്നെ ഓർക്കാപ്പുളി, അങ്ങനെ കുറേ പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ പുളിയാണ് ഒരു വലിയ പിടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 തൊട്ട് 15 എണ്ണം വരെയൊക്കെ എടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതലും സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒന്നും പാത്രം ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. അതിനകത്തേക്ക് 5 കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പോരെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പുളിയിലേക്ക് പിടിക്കാൻ മാത്രം ഒരു നുള്ളു മതിയാവും, ഒരു 1/4 ടീസ്പൂൺ കഷ്ടിച്ച് മതിയാവും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെ. നമുക്ക് എത്രത്തോളം ലൂസ് വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയാലും മതി, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. ഇതിന് വേവ് തീരെ കുറവാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരല്പനേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റിനകം തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെന്തെന്നറിയണമെങ്കിൽ ഒന്ന് ട്രാൻസ്പാരൻ്റായി അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങി വരും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടെന്നുള്ളത്. ആ സമയത്ത് നമുക്ക് തുറന്നു കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാനൊരല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഒരു ചെറിയ കളറിനും ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചേർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മൾ ആദ്യം കാന്താരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തല്ലേ ഇത് വേവിച്ചേക്കുന്നത്. ആ സമയത്ത് തന്നെ ആ ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. ആ പുളിയുടെ നല്ല ടേസ്റ്റ് എല്ലാം ആ ഗ്രേവിയിലേക്ക് ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ അലിഞ്ഞു വരും. അപ്പോൾ പെട്ടെന്നാണ് ഇത് വേകാനായിട്ട്, അധികം നേരം വെച്ച് വേവിക്കരുത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അരപ്പ് ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്നതിലും ടേസ്റ്റ് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അത് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലൂസ് വേണം എന്നനുസരിച്ചിട്ട് ഇതിന് കുറച്ച് വെള്ളം കൂടെ വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ലൂസായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാത്ത ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ആ പുളിയെല്ലാം നന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ആദ്യം ചേർക്കുന്ന ഇതുപോലല്ല, അവസാനം ഈ പുളിയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഉപ്പ് പിന്നെയും വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ സമയത്ത് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തീ കൂട്ടി വെച്ച് തിളയ്ക്കാറാകുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഇത് തിളച്ച് പോകരുത്. കാരണം ഇത് കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ അരപ്പ് പിരിഞ്ഞു പോവും. അതിനേക്കാൾ നല്ലത് ചെറുതായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം.
ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറിയാണിത്, അതുകൊണ്ട് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2-3 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. കടുക് താളിച്ച് ചേർക്കുമ്പോൾ ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് 2 ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു മണവും രുചിയും എല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കറി ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇരുമ്പുളിയൊക്കെ എല്ലാവരുടെയും വീട്ടിലിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു വീണ് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വിവരം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.